ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? എണീച്ച ഉടനെ ആദ്യം തന്നെ ചായ കുടിക്കാണ്ട് വെറും വയറ്റിൽ ഒരു കപ്പ് വെള്ളം കുടിക്കും. അത് കഴിഞ്ഞ് സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു എക്സർസൈസ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യുക. എനിക്ക് സ്ട്രെച്ചിങ് യോഗയൊക്കെയാണ് കൂടുതൽ താല്പര്യം. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹമുള്ളത് അത് ചെയ്യുക. നിങ്ങൾക്ക് യോഗയും സ്ട്രെച്ചിങ്ങും ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, എക്സർസൈസ് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ രണ്ട് ഡാൻസ് കളിക്കുക. ഒരു സംഭവം ഈ ഇടയ്ക്ക് ട്രെൻഡിങ് ആയിട്ട് നിന്ന ഒരു പാട്ടില്ലേ ടു എന്നെന്താണെന്ന് തോന്നുന്നു, അതിന് ഞാൻ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ഇന്നൊരു ദിവസം ചെയ്യാനുള്ളത് അതൊക്കെ ഒന്ന് സിമ്പിളായിട്ട് എഴുതി വെക്കുക. ഓക്കെ, അതൊക്കെ എഴുതി വെച്ചതിന് ശേഷം പ്രകൃതി ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയായിരുന്നു. നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്യണം. എപ്പോഴും അകത്തിരിക്കുന്നതിനേക്കാളും ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് പ്രകൃതിയൊക്കെ ഒന്ന് നോക്കുന്നതും പൂക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് നോക്കുന്നതും ചെടികളെയൊക്കെ ഒന്ന് പരിപാലിക്കുന്നതും നല്ലതായിരിക്കും. അങ്ങനെ നോക്കുന്നതിൻ്റെ കൂടെ ഒരു കപ്പ് ചായ കൂടെ കിട്ടി എങ്ങനെ ഇരിക്കും, സൂപ്പർ. ഞാനെന്നും ഇങ്ങനെയാണ് ചെയ്യാറ്. രാവിലെ ഈച്ച് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം സ്ട്രെച്ചിങ് ഒക്കെ ചെയ്ത് ചായയൊക്കെ കുടിച്ച് അങ്ങനെ നിൽക്കും. ഓക്കെ, ഇങ്ങനെ പ്രകൃതിയെ മാത്രം ആസ്വദിച്ച് നിന്നാൽ പോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഞാനൊന്ന് നന്നായിട്ട് കുളിച്ചിട്ടുണ്ട്. മുടിയൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെയും പുറത്തൊന്ന് ഇറങ്ങി നിന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് അകത്ത് കയറി. അപ്പോഴത്തേക്കും പുട്ടും പപ്പടവും പയറും അങ്ങനെ നല്ല അടിപൊളിയായിട്ട് തോന്നി. അടുത്ത കാര്യം എന്നത് നമുക്ക് ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം. അങ്ങനെ ബുക്കൊക്കെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, പെൻസില് പേന അങ്ങനെ എല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയപ്പോഴും എൻ്റെ മിങ്കു പൂച്ച ഇതാ പുറത്ത് വന്ന് നിൽക്കുന്നത്. ഞാൻ പോണത് കൊണ്ട് അവർക്ക് നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് എന്നെ കൂട്ടിക്കൊണ്ട് അകത്ത് പോകാനാണ് വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. ക്ലാസ്സൊക്കെ തുടങ്ങാൻ പോവുകയാണ്. ഇനി ചെന്ന് രണ്ട് അക്ഷരം പഠിക്കട്ടെ, ഇങ്ങനെ ഫോണും കുത്തിക്കൊണ്ടുവന്നാൽ ശരിയാവത്തില്ല. ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ട്. അടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ചോറായിരിച്ചു. അപ്പോൾ എനിക്ക് ബെറോട്ട ഇറച്ചി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടടിക്കാനായിട്ടിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പേജൊക്കെ മറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കോൾ വന്നു. കൊറിയർ വന്നിട്ടുണ്ട്, പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് കോൾ വന്നത്. അങ്ങനെ ഞാൻ അത് വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. വൈകിട്ട് സമയത്ത് വെയിലത്ത് ഇങ്ങനെ നിന്ന് കളിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ, നല്ലൊരു ഊർജ്ജം കിട്ടും കേട്ടോ. ഇങ്ങനെ വെയിലത്ത് കയറി നിൽക്കുമ്പോൾ കറുത്ത് പോകരുത്, ആവശ്യത്തിനൊക്കെ വെയിൽ കൊണ്ടിട്ട് അകത്ത് കയറണം. എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ആയിരുന്നു എന്താണ് കൊറിയർ വന്നിട്ടുള്ളത്, എന്താണെന്ന് കാണാൻ വേണ്ടി. ഒരുപാട് നാൾ കൊണ്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു സാധനമാണ് വന്നത്. അതെൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിരുന്നു. ഇനി ഇത് വെച്ചിട്ടാണ് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലൊക്കെ വന്നപ്പോൾ നല്ല ലേറ്റായി, 4-4:30 ആയി. അത് കഴിഞ്ഞ് ഞാൻ ചായക്ക് വെച്ചു. അത് കഴിഞ്ഞ് ഒരു ഉണക്ക പഴം ഉണ്ടായിരുന്നു, അതുകൂടെ തിന്ന്. അത് കറുത്ത് അങ്ങേയറ്റം പറ്റും. എന്നാലും തോട് നല്ല കറുത്ത പഴം കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്, നല്ല മധുരം കാണാൻ. ഞാൻ സാധാരണ ഇങ്ങനത്തെ കഴിക്കാറില്ല, പക്ഷേ ഇത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളും കഴിച്ച് നോക്കണം ഇത്. അത് കഴിഞ്ഞിട്ട് രണ്ടക്ഷരം പിന്നെ വായിക്കായിരുന്നിട്ടുണ്ട്. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് സമയം നന്നായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കവേ അമ്മ എനിക്കൊരു സാധനം കൊണ്ടുവന്ന് ഐസ്ക്രീം ആയിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഐസ്ക്രീം ഒക്കെ കുടിച്ച് നല്ല വിശാലമായിട്ടിരുന്നു. പിന്നെ പഠിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ കാര്യമൊക്കെ പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് ചേട്ടനാണെങ്കിൽ എനിക്ക് നൂഡിൽസ് വാങ്ങിച്ചുകൊണ്ട് വന്നു. എനിക്ക് മാത്രമല്ല വീട്ടുകാർക്ക് എല്ലാവർക്കും വാങ്ങിച്ചായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് രാവിലെ പുട്ടും പയറും, അത് കഴിഞ്ഞ് ബെറോട്ട, അത് കഴിഞ്ഞ് നൂഡിൽസ്. നിങ്ങൾ ആരും എന്നെ കണ്ട് പഠിക്കരുത്. ചോറ് മാത്രമേ കഴിക്കാവേ, രാത്രിയായാലും ഉച്ചയ്ക്കായാലും. ഇതൊക്കെ ഫാസ്റ്റ് ഫുഡാണ്, കൂടുതലൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയും ചേട്ടന്മാരൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ കഴിച്ചല്ലേ പറ്റും. വല്ലപ്പോഴൊക്കെ കഴിക്കുന്നത് നല്ലത്. എന്നിട്ട് സുഖമായിട്ട് ചെന്ന് കിടന്നുറങ്ങി. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ദിവസം. ഇഷ്ടമെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ഒന്നും മറക്കണ്ട. ബ്ലൂ ഹാർട്ട് മറക്കണ്ട.